നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാക്കൂരിൽ സുന്നത്ത് കർമ്മത്തിനിടെ അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് 2 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. ചേളന്നൂർ സ്വദേശി ഇത്യാസിന്റെ 2 മാസം പ്രായമുള്ള മകൻ എമിൻ ആദമാണ് മരിച്ചത്. കോർപ്പറേറ്റീവ് ക്ലിനിക്കിൽ വെച്ചാണ് ഈ അനസ്തേഷ്യ നൽകിയത്. കാക്കൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. മരിച്ച കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്ന് നടക്കും. ഇന്നലെ രാവിലെയാണ് കഷ്ടിച്ച് 2 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ സുന്നത്ത് കർമ്മത്തിനായി കോഴിക്കോട് കാക്കൂരിലെ ക്ലിനിക്കിൽ എത്തിച്ചത്. സുന്നത്ത് കർമ്മത്തിനായി അനസ്തേഷ്യ മരുന്ന് കൊടുത്ത ഉടൻ തന്നെ കുഞ്ഞ് അസ്വസ്ഥത പ്രകടിപ്പിക്കുകയായിരുന്നു. ശ്വാസതടസ്സം ഉൾപ്പെടെ വന്ന കുഞ്ഞിന് സുന്നത്ത് നടത്താനാവില്ല എന്ന് തുടർന്ന് ഡോക്ടർമാർ മാതാപിതാക്കളെ അറിയിക്കുകയായിരുന്നു. കുഞ്ഞിന്റെ ബുദ്ധിമുട്ട് കരച്ചിലും കാരണം മുലപ്പാൽ നൽകാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പിന്നാലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തും മുൻപേ കുഞ്ഞ് മരിച്ചതായി ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു. ഈ വാർത്ത പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടലോടുകൂടിയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. കാരണം തികച്ച് 2.5 മാസം ഒന്നും തികഞ്ഞില്ല. അതിനു മുൻപ് തന്നെ ഇങ്ങനെ സുന്നത്ത് കർമ്മം നടത്തേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ നടത്തുമോ എന്നാണ് നമ്മൾ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്ന കാര്യം. മാത്രമല്ല, ഈ കുഞ്ഞു കുട്ടികൾക്ക് 2 മാസം പോലും തികച്ചായിട്ടില്ലാത്ത ഈ കുഞ്ഞു ശരീരത്തിലേക്ക് എങ്ങനെയാണ് അനസ്തേഷ്യ നൽകാൻ സാധിക്കുക എന്ന ചോദ്യമാണ് ഉയരുന്നത്. അനസ്തേഷ്യയുടെ ഡോസ് ഒന്ന് കുറയുകയോ കൂടുകയോ ചെയ്താൽ തന്നെ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എത്രത്തോളമാണ് നമുക്കറിയാം. ആ ഇടയിലാണ്, ആ സാഹചര്യത്തിലാണ് കുഞ്ഞിന് 2 മാസം പോലും പ്രായമാകാത്ത ഈ കുഞ്ഞിന് അനസ്തേഷ്യ നൽകി ആ കുഞ്ഞിനെ കൊന്നത് എന്ന് വേണം പറയാൻ. 1 വയസ്സുള്ള കുഞ്ഞിന് പനി ബാധിച്ച് 1 വയസ്സുള്ള കുഞ്ഞിന് കൃത്യമായ ചികിത്സ കൊടുക്കാതെ മാതാപിതാക്കൾ അക്വപഞ്ചർ ചികിത്സ നൽകി ആ കുഞ്ഞിനെ കൊന്ന വാർത്ത കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടതാണ്. അത് കാടാമ്പുഴയിലായിരുന്നു സംഭവം. ആ കുഞ്ഞിന്റെ മൃതശരീരത്തിൽ ഉണ്ടായിരുന്ന രക്തക്കട്ട, അതുപോലെ തന്നെയുള്ള മറ്റ് മുറിവുകളൊക്കെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തുവരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആന്തരിക അവയവങ്ങൾ പുറത്തു വന്നിരുന്നു എന്നുള്ളതാണ്. ആ കുഞ്ഞു ഹൃദയത്തിനെ തുരന്ന് ഒരു പക്ഷേ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ അതും ചെയ്യുമായിരുന്നു ആ സ്ത്രീ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാടാമ്പുഴയിലായിരുന്നു 1 വയസ്സുകാരൻ അശാസ്ത്രീയ ചികിത്സയുടെ ഇരയായത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായത്. മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടും മതിയായ ചികിത്സ നൽകിയില്ല എന്നും തലച്ചോറിലെ ഞരമ്പുകൾ പൊട്ടിയാണ് മരണത്തിന് കാരണമെന്നായിരുന്നു റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കുറുവ പാങ് നവാസ് ഹീറ ഹറീറ ദമ്പതികളുടെ മകൻ ഇസൻ ഇൻഹാൻ മരിച്ചത്. 1 മാസം മുമ്പാണ് കുഞ്ഞിന് മഞ്ഞപ്പിത്തം ബാധിച്ചത്. ചികിത്സ നൽകാത്തതോടുകൂടി മഞ്ഞപ്പിത്തം തലച്ചോറിനെയും ബാധിച്ചു. അണുബാധ മൂർച്ഛിതോടെ തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തസ്രവവും ഉണ്ടായി. കുട്ടിയുടെ കരളിന്റെ ഭാഗത്ത് അക്വപഞ്ചർ ചികിത്സ നൽകിയെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ എന്തു തരത്തിലുള്ള ചികിത്സയാണ് നൽകിയത് എന്ന് വ്യക്തമല്ല. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലം കൂടി വന്നാലേ ഇതിൽ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്നാണ് കുഞ്ഞ് മരിച്ചത് എന്ന് വ്യക്തമായതോടുകൂടി മാതാപിതാക്കളെ പോലീസ് ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അക്വപഞ്ചർ ചികിത്സ നടത്തിയിരുന്ന മാതാവ് ഹിറ കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല എന്നും ചികിത്സ നൽകിയില്ല എന്നുമാണ് പരാതി ഉയർന്നിരുന്നത്. ഇതിന് പിന്നാലെയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ മുലപ്പാൽ കുടിക്കുന്നതിനിടെ കുഞ്ഞു മരിച്ചു എന്നാണ് കുടുംബം നാട്ടുകാരോട് പറഞ്ഞത്. 2024 ഏപ്രിൽ 14 വീട്ടിലാണ് കുഞ്ഞ് ജനിച്ചത്. കുഞ്ഞിന്റെ അമ്മ ഹിറ ഹറീറ അക്വപഞ്ചർ റാങ്ക് ഹോൾഡറാണ്. ഇവർക്ക് മറ്റൊരു കുട്ടി കൂടിയുണ്ട്. ആ കുട്ടിയെയും വീട്ടിലാണ് പ്രസവിപ്പിച്ചത്. 2 കുട്ടികൾക്കും പ്രതിരോധ കുത്തിവെപ്പുകൾ നൽകിയിട്ടുമില്ല. എന്തായാലും ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇതൊരു നമ്മുടെ സമൂഹത്തിന് ഒരു ഭവിഷ്യത്തായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു സമൂഹത്തിൽ മാത്രം, അതായത് ഒരു മതവിശ്വാസത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മതവിശ്വാസത്തെ കൂടി ഇല്ലാത്ത ആചാരങ്ങളെ കൂടി കൂട്ടിക്കുഴച്ചുകൊണ്ടാണ് ആളുകൾക്കിടയിലേക്ക് ഇത് തിരികെ കയറ്റുന്നത് എന്നുള്ളതാണ്. സത്യത്തിൽ കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് ഇവരെ അകത്തു തന്നെ കിടത്തേണ്ട സാഹചര്യമാണ് ഉള്ളത്. ഇവരെ പുറത്തു കൊണ്ടുവരുന്നത് കാരണം ഇതൊരു പ്രോത്സാഹനമായി മാറുകയാണ്. വീട്ടിൽ തന്നെ പ്രസവിക്കുകയാണെങ്കിൽ ഈ പണത്തിന്റെ ചിലവ് കുറയ്ക്കാം, വേദന കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് ദൈവം നിങ്ങൾ നേരിട്ട് വന്ന് അനുഗ്രഹിക്കുമെന്നൊക്കെ പറഞ്ഞ് മതവും കൂടി കൂട്ടിക്കലർത്തിക്കൊണ്ട് അവരെ ഒരു ട്രാപ്പിലാക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പക്ഷെ ഇതിൽ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല, വിവരവും കൂടി വേണമെന്ന് മുതിർന്നവർ പറയുന്നത് വെറുതെയല്ല. നല്ലോണം വിദ്യാഭ്യാസമുണ്ട്, റാങ്ക് ഹോൾഡർ അടക്കമുള്ളവരായിട്ട് കൂടി ഇങ്ങനെയുള്ള വൃത്തികേടുകളാണ് ഇവരുടെ കയ്യിരിപ്പായി കൊണ്ട് നടക്കുന്നത്. അത് വലിയൊരു മെഡലായാണ് അവർ കണക്കാക്കുന്നത്. അപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, ഇവിടെ 1 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ്, 1 വയസ്സ് പോലും തികയാത്ത കുഞ്ഞിനെയും ഒക്കെയാണ് ഇങ്ങനെ ഇവർ നീചമായി കൊന്നു കളയുന്നത്. ഈ പാവമൊക്കെ തന്നെ എവിടെ കൊണ്ട് കളയുമെന്ന ചോദ്യമാണ് ഉയരുന്നത്.